നമ്മൾ പഠിക്കാൻ പോകുന്ന ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ചോദ്യങ്ങളിൽ ഒന്നാം സമ്മാനത്തിന് അർഹത നേടിയിരിക്കുന്നത് അഷ്റഫ് പഴയങ്ങാടി ചോദിച്ച ചോദ്യമാണ്. ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അറഫ സ്ഥാപനത്തെ വളർത്തട്ടെ, ഉയർത്തുമാറാകട്ടെ. രണ്ടാം സമ്മാനം കൂടി ഇപ്രാവശ്യം മുതൽ കൊടുക്കുന്നുണ്ട് കാസർഗോഡുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരിക്കാൾ. അൽഹംദുലില്ലാഹ് വടകരയിലുള്ള മുസ്തഫ എന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് അതിനുവേണ്ടി മനസ്സുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരൻ പവർട്രോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ ആണ് അതിനുവേണ്ടി സമ്മാനമായി കൊടുക്കുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഒരു രോഗിയെ കാണാൻ പോയാൽ ആ രോഗം നമുക്ക് വരാതിരിക്കുവാൻ വേണ്ടി നാം ചൊല്ലാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്ന മനോഹരമായ ദുആയാണ്. നിങ്ങൾ ഏറെ ആഗ്രഹത്തോടു കൂടി കാത്തിരുന്ന ആ ദുആ പറയാൻ പോകുന്നു. എഴുതിയെടുക്കുക, മനഃപ്പാഠമാക്കുക, മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് അൽഹംദുലില്ലാഹ് അതിന് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുക. കാരണം ഇതൊരു വലിയ ദുആ ആയതുകൊണ്ട് ചിലപ്പോൾ എഴുതി തുടങ്ങുന്ന ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു തരും, എങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് സമയം തികയാതെ വരും. വളരെ ഗൗരവത്തോടു കൂടി പഠിക്കുക. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി. വലിയ ദുആയാണ്. അതിന്റെ ഒരു വരി മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ആദ്യം പഠിക്കുക, ശേഷം ഇൻഷാ അല്ലാഹ് രണ്ടാമത്തേത് പറയുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. ഒരു പ്രാവശ്യം കൂടി പറയാം. തെറ്റുള്ളവർ ഒരിക്കൽ കൂടി അത് തിരുത്തി വ്യക്തമായി എഴുതിയെടുക്കുക. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അള്ളാഹു ഇത് പഠിക്കാനും രോഗികളെ സന്ദർശിച്ച് പ്രതിഫലം നേടാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയിൽ പഠനാർഹമായ വിഷയ അവതരണത്തിന് ശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന വിജ്ഞാനത്തിന്റെ പ്രധാനപ്പെട്ട 2 മുത്തുകളെ കുറിച്ചാണ് ഒരു സൂചന തന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പിരിയാം. ഖുർആൻ അൽഹംദുലില്ലാഹ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മൾ എടുത്ത് പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഓരോ ചോദ്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ അത് ഓരോ ആഴ്ചയിലും വ്യക്തമായി ഖുർആനിന്റെ ഉള്ളറയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ആഴ്ചയിൽ നിങ്ങൾ കണ്ടുപിടിക്കുവാനുള്ളത് ഖുർആൻ എന്ന് ഖുർആനിന്റെ പദമുണ്ടല്ലോ. ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഖുർആൻ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അധികം ഖുർആൻ എന്ന പദം വന്നിട്ടുള്ള സൂറത്ത് ഏതാണ്? ഏറ്റവും അധികം ഖുർആൻ എന്ന പദം വന്നിട്ടുള്ള സൂറത്ത് ഏതാണ്? ഇതൊരു സമ്മാനത്തിന് വേണ്ടി നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് നാം ഖുർആനുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. നമുക്ക് അത്രയും സമയം ഖുർആൻ എടുക്കാൻ തോന്നുന്നു, ഖുർആനുമായി ബന്ധപ്പെടാൻ തോന്നുന്നു. അങ്ങനെ ദീനുള്ളവരായി നമ്മൾ മാറാൻ പോവുകയും ഖുർആൻ തൊടുന്നത് പോലും പുണ്യം, നോക്കുന്നത് പോലും പുണ്യം, പിന്നെ ഖുർആനിന്റെ ഇൽമ അന്വേഷിക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കുന്നത് അതിനേക്കാളേറെ പുണ്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും പരിശോധിക്കുക. ഒരാഴ്ച സമയമുണ്ട്, കണ്ടെത്തുക. ആരും കണ്ടെത്തിയത് വിളിച്ചു പറയുകയും അറിയിക്കുകയൊന്നും വേണ്ട. എങ്കിലും നമ്മുടെ ശ്രമം നടത്തുക. അടുത്ത എപ്പിസോഡിൽ അതിന് മറുപടി വരുമ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത് തന്നെയാണല്ലോ ഉസ്താദ് പറഞ്ഞത് എന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഇനി അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായതും അനിവാര്യമായതുമായ ഒരു പ്രാർത്ഥനയാണ്. ഗർഭവതിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് യാതൊരുവിധ തകരാറും വരാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്. അത് ഏതായത്താണെന്ന് പറയും. എല്ലാ ഗർഭവതികളും ഓതാനുള്ളതാണ്. അടുത്ത ആഴ്ചയിൽ കൊതിയോടെ കാത്തിരിക്കുക. ഈ ഓരോ ആഴ്ചയിലും വിഭവ സമൃദ്ധമായ വിജ്ഞാന സദ്യ നമുക്ക് വേണ്ടി വിളമ്പാൻ സഹായിക്കുന്നത് അറേബ്യൻ ജ്വല്ലറിയാണ്. കൊല്ലം, കരുനാഗപ്പള്ളി, പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള ആ അറേബ്യൻ ജ്വല്ലറിയുടെ പ്രവർത്തനങ്ങളെ